ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ യൂട്യൂബ് ചാനൽ. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കൊല്ലത്ത് നിന്നൊരു ചെറിയൊരു ഹൗസ് ബോട്ടിംഗ് ട്രിപ്പാണ്. അതായത് ഒരു 1 ഡേ ട്രിപ്പ്. അതിനു മുമ്പായിട്ട് തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഹൗസ് ബോട്ടിങ്ങിനായിട്ട് ഫാമിലി ഒത്ത് നമ്മൾ ഹൗസ് ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ടുള്ള KTDCയുടെ മുൻപിലെത്തി. അവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ യാത്ര കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കൊല്ലത്ത് നമ്മൾ കടപ്പാക്കടയിൽ നിന്ന് ആശ്രാമത്തിലേക്ക് പോകുന്ന റൂട്ട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി എല്ലാവരും ബോട്ടിനടുത്തൊക്കെ എത്തി. എന്നതാണ്ട് ഈ കുരുട്ടാസൊക്കെ ആദ്യമേ തന്നെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വലിച്ചുകൊണ്ട് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അതിനകത്തേക്ക് കയറി. അത്യാവശ്യം നല്ല ഒരു വീടിൻ്റെ അതേ സെറ്റപ്പ് തന്നെ കേട്ടോ. വളരെ മനോഹരമായിട്ടൊരു ബോട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അകത്തേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഇരുവശങ്ങളിലും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അതുപോലെ തന്നെ ഒത്ത നടുക്കായിട്ടൊരു ഡൈനിങ് ഏരിയയും പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പാട്ട് പാടാനായാലും ഡാൻസ് കളിക്കാനും എല്ലാത്തിനും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും വാഷ്റൂമും എല്ലാം വരുന്നൊരു നല്ലൊരു ബോട്ടാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ യാത്ര കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടോ. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങളെക്കാട്ടി കൂടുതൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുന്ന ഈ കുഞ്ഞു കുട്ടികളാണ്. യാത്രാ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നത് കപ്പയും മീൻകറിയായിരുന്നു കേട്ടോ. കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് ഉഷാറായതിനു ശേഷം കുട്ടികളുടെ വക പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി കുട്ടികൾ മൈക്കിന് അവസാനം അടിയായപ്പോഴത്തേക്ക് പതിയെ കൊണ്ട് നമ്മൾ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ ഡാൻസിലേക്ക് കടന്നു. ഡാൻസിലേക്ക് ഓരോരുത്തർ ഡാൻസ് കളിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അവസാനമായപ്പോഴത്തേക്ക് ഫാമിലിയിൽ എല്ലാവരും കൂടി ഡാൻസ് കളിക്കാൻ എത്തി. അങ്ങനെ അവസാനം നല്ല കളർഫുള്ളും നല്ല വൈബും ആയിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഏറെക്കുറെ ഒരു ഉച്ച വരെ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നതല്ലേ, നമ്മളങ്ങനെ തേവള്ളി, കാവനാട്, തെക്കുംഭാഗം, സാമ്പ്രാണിക്കൊടി, കുരിപ്പുഴ അങ്ങനെ കവർ ചെയ്ത ഏറ്റവും അവസാനം നമ്മൾ മൺട്രോത്തുരുത്തിൽ വന്നിറങ്ങും. മൺട്രോത്തുരുത്തിൽ നിന്നാണ് വേറൊരു സർപ്രൈസ് നമുക്ക് കാത്തിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, അത് വഴിയേ പറയാം. യാത്രാ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഏറെക്കുറെ ഉച്ചയായി. എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. 1 മണിയായപ്പോൾ തന്നെ ബോട്ടിൽ ചേട്ടന്മാർ ഫുഡ് കാര്യങ്ങൾ എല്ലാം റെഡിയാക്കിയായിരുന്നു. അങ്ങനെ കൃത്യം 1 മണിയായപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ സെർവ് ചെയ്തു. ചൂട് ചോറും കരിമീൻ പൊള്ളിച്ചതും ചിക്കൻ പുരട്ടിയതും തോരനും മെഴുക്കുവരട്ടിയും പപ്പടവും മോരും അങ്ങനെ വിവിധതരം കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ തന്നെ നമ്മൾ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്രയായി. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള മൺട്രോത്തുരുത്ത് എത്തി കേട്ടോ. ഇവിടാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ സർപ്രൈസ്. എന്താണെന്നല്ലേ, ഇവിടെ നമ്മൾ വീണ്ടും അടുത്തൊരു യാത്രയിലേക്ക് പോവുകയാണ്. അതായത് നമ്മളൊരു ഫൈബർ ബോട്ടിൽ നമ്മൾ കണ്ടൽക്കാടുകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ നിന്നൊരു വേറൊരു യാത്ര നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അതേ കയറി ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ ആൾക്കാരും അതിലുണ്ടായിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ എക്സൈറ്റ്മെൻ്റ് ആണ്. കുറച്ചുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ കൊല്ലത്ത് തന്നെ താമസിച്ചെങ്കിലും നമ്മൾ ഇതുപോലുള്ള ബോട്ടിങ് കാര്യങ്ങളൊന്നും എല്ലാവരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. യാത്രയായി കണ്ടൽക്കാടുകൾക്ക് ഉള്ളിലൂടെയും എല്ലാം പോയി അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ കണ്ടൽക്കാടിന് ഉള്ളിൽ തന്നെ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തി. അതായത് അത്യാവശ്യം നല്ലൊരു മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഏറെക്കുറെ ഒരു സാമ്പ്രാണിക്കൊടിയിലൊക്കെ ചെന്ന് നിൽക്കില്ലേ, അതേ ഒരു വൈബ് കിട്ടുന്നൊരു സ്ഥലമായിരുന്നു ഇതും. നമുക്ക് കുഞ്ഞു മുതൽ വലിയവർക്ക് വരെ ഇറങ്ങി നിന്നാൽ വലിയ ആഴവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ. അവിടെയൊക്കെ കുറേ നേരം കുട്ടികളെല്ലാം കിടന്ന് കളിക്കുകയും ചിരിക്കുകയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കേട്ടോ. എല്ലാവരെയും നീന്തലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി തന്നെ കുറേ കണ്ടൽക്കാടുകളുള്ളിൽ കൂടെയൊക്കെ കയറുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കുറേ നേരം നമുക്ക് എത്ര യാത്ര ചെയ്താലും മതി വരാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ചെറിയ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്കൊരു ആ ഒരു വൈബ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെയിലൊന്നും ഒന്നുമേ അല്ല. അങ്ങനെ നമ്മൾ ഫൈനലി അതെല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മളങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് എത്തുകയാണ്. ആ കിടക്കുന്നതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. എന്ത് ബ്യൂട്ടിയല്ലേ കാണാൻ. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും എത്തി ഹൗസ് ബോട്ടിലേക്ക് കയറുകയാണ്. നമുക്കിനി തിരിച്ചു പോകാനുള്ളതാണ്. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. സുഖമായിട്ട് എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടേ ഇരിക്കുമായിരുന്നു.
നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ കാണാമായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരെയും പിന്നെ അതുപോലെ തന്നെ കുറേ പക്ഷികൾ വന്ന് മീൻ പിടിക്കുന്നതും അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൃത്യം 4 മണിയായപ്പോൾ തന്നെ നമുക്ക് ചായയും കടിയും കൊണ്ട് തന്നു കേട്ടോ. എല്ലാ കാര്യം ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പക്ക കൃത്യനിഷ്ഠതയാണ് ഈ ബോട്ടിലെ ചേട്ടന്മാർ. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഏറെക്കുറെ നമുക്ക് 5 മണിയാകുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ കുറേ മിമിക്രിയും പരിപാടിയൊക്കെ നമ്മളൊക്കെ ചെയ്ത് പിള്ളേരെയും കൊണ്ടൊക്കെ കുറേ പാട്ട് പാടിക്കുകയും അങ്ങനെ കുറേ പരിപാടിയൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ടുള്ള ആ KTDCയുടെ ആ പോയിന്റിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ യാത്രാ കാര്യങ്ങൾ ഏറെക്കുറെ ഇവിടെ അവസാനിക്കുകയാണ്. ഫാമിലിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാര്യം വെച്ചാൽ നമ്മളൊരു ഫാമിലി ഒരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഒത്തൊരു ഗെറ്റ് ടുഗതറോ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത്. കാര്യം വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായാലും എല്ലാവർക്കും ഒരുമിച്ചൊരു യാത്ര ചെയ്യാനായാലും അത് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കാനായാലും എല്ലാത്തിനും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. കൊല്ലത്ത് വരുന്ന എല്ലാവരും മസ്റ്റായിട്ടും ഒരു വട്ടമെങ്കിലും ഹൗസ് ബോട്ടിൽ കാര്യങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. അപ്പം നമുക്ക് ഇതുപോലെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.